നമസ്കാരം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വരുന്ന ദിവസങ്ങളിലും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്തോളൂ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കും. രാജ്യത്തിൽ ആദ്യമായാണ് കേന്ദ്ര ബഡ്ജറ്റ് ഒരു ഞായറാഴ്ച അവതരിപ്പിക്കുന്നത്. സമ്മേളന നടപടികൾ ജനുവരി 28 പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെ ആരംഭിക്കും. ജനുവരി 29 സാമ്പത്തിക സർവേ പാർലമെന്റിൽ സമർപ്പിക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് ശുഭസൂചനകൾക്കിടയിലാണ് 2026 ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ യഥാർത്ഥ GDP 2025-2026 സാമ്പത്തിക വർഷത്തിൽ 7.4% വളർച്ച കൈവരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നു. മുൻവർഷത്തെ 6.5%-ത്തേക്കാൾ ഉയർന്ന വളർച്ച നിരക്കാണിത്. ജനുവരി 7 പുറത്താക്കിയ ഈ മുൻകൂർ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഇതിനോടകം തന്നെ ബഡ്ജറ്റ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിലെ 88ാമത് ബഡ്ജറ്റാണിത്. ഇതോടെ തുടർച്ചയായി 9 ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കും. 2019 ഇന്ത്യയുടെ ആദ്യത്തെ പൂർണ്ണസമയ വനിതാ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ നിയമിതമായത്. ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അറിയാൻ പറ്റുന്നതാണ്. 26 ഈ ബഡ്ജറ്റിൽ മധ്യവർഗക്കാർക്കും ഇതുകൂടാതെ കാർഷിക വ്യവസായ മേഖലകൾക്കും അനുകൂലമായിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ആദായ നികുതി ഘടനയിൽ കൂടുതൽ ഇളവുകൾ വരുത്തി ശമ്പളക്കാരുടെ കൈവശം കൂടുതൽ പണം എത്തിക്കുന്നതിലൂടെ വിപണിയിലെ ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ധനകാര്യമന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ ആഗോള സാമ്പത്തിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉത്പാദന ഘടനയ്ക്ക് കരുത്തു പകരുന്നതിനുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ മുൻഗണന ലഭിക്കുമെന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്തെ അർഹരായിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമാക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി അനിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിനായിട്ട് ഓൺലൈനായി അപേക്ഷിക്കാൻ ഈ മാസം വീണ്ടും അവസരം നൽകുന്നതായിരിക്കും. 2026 ജനുവരി 31 തന്നെ അർഹരായ എല്ലാ കുടുംബങ്ങളും അപേക്ഷ നൽകിയെന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്ത്യോദയ അനുയോജന വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് 2389 പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ 6950 പേർക്ക് കാർഡുകൾ ഉടൻ തന്നെ തരംമാറ്റി നൽകുന്നതാണ്. കൂടാതെ പൊതുവിതരണ വകുപ്പ് 1,00,000 മുൻഗണനാ കാർഡുകൾ കൂടി പുതുതായിട്ട് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകാൻ കഴിയാത്തതിനാൽ തന്നെ മുൻഗണന വിഭാഗത്തിൽ പെടാതെ പോയിട്ടുള്ള 56,932 പട്ടികജാതി കുടുംബങ്ങളെയും 2046 പട്ടികവർഗ കുടുംബങ്ങളെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർ നേരിൽ ബന്ധപ്പെട്ട് അപേക്ഷകൾ സ്വീകരിക്കുകയും അവർക്ക് മുൻഗണനാ കാർഡുകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. ബാക്കിയുള്ള ഒഴിവുകളിലേക്ക് പൊതുഭാഗത്തിൽ നിന്നും സമാനമായിട്ടുള്ള നടപടികളിലൂടെ അർഹരായവരെ കണ്ടെത്തുമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിൽ വരുവാനിരിക്കുന്ന കൂട്ടവധികൾ. ബാങ്കുകൾ തുടർച്ചയായി 4 ദിവസം അടഞ്ഞുകിടക്കും. ഈ സമയം ആവശ്യത്തിന് പണം കയ്യിൽ കരുതാത്തവർ പെട്ടുപോകും. ശനി, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിലായിരിക്കും പൊതു അവധി. സമരം എന്നിവയ്ക്ക് കൂടിയാണ് 4 ദിവസം തുടർച്ചയായിട്ടുള്ള ബാങ്കുകൾ അടഞ്ഞുകിടക്കാനുള്ള കാരണം. ഇത് 2 ദിവസം എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അവധിയായിരിക്കും എന്നതും എടുത്തു പറയണം. ജനുവരി അവസാന വാരത്തിലാണ് 4 അവധി തുടർച്ചയായിട്ട് ഇത്തരത്തിൽ വരുന്നത്. ജനുവരി 24 4ാം ശനിയാഴ്ചയാണ്. 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും ബാങ്ക് അവധിയാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിന്റെ പൊതു അവധിയാണ്. ജനുവരി 27 ബാങ്ക് ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ലീവുകൾ വരുന്നുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം 2000 രൂപയാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുക. വിതരണം നടക്കുന്നത് ജനുവരി 20-ാം തീയതിക്കും 25-ാം തീയതിയോടെയാണെന്നാണ് അറിയിപ്പുകൾ വരുന്നത്. ഈ ഒരു തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്ക് നേരിട്ടുമൊക്കെ തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും. ഇനി മുതൽ എല്ലാ മാസവും 20-നും 30-നും ഇടയിലുള്ള രീതിയിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ജനുവരി മാസം 31
1 പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളൊക്കെ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വില്ലേജ് ഓഫീസർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ആധാർ കാർഡിന്റെ പകർപ്പ് കൂടി ചേർത്ത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനുവരി 30 തന്നെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ സേവന പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 63 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ജനക്ഷേമകരമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഇത്തവണ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത്. സംസ്ഥാനത്തെ വീടുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും പുതിയ ബിൽഡിംഗ് കാർഡ് ഏർപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചു. നിലവിൽ നടന്നുവരുന്ന വാർഡ് പുനർവിഭജന നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നതോടെ എല്ലാ കെട്ടിടങ്ങൾക്കും പുതിയ നമ്പർ അനുവദിക്കുന്നതായിരിക്കും. പുതിയ നമ്പർ നിലവിൽ വരുന്നതോടുകൂടി ആധാരമോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ തിരുത്തേണ്ടി വരുമെന്ന ആശങ്ക പൊതുജനങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ പുതിയ ബിൽഡിംഗ് കാർഡിൽ കെട്ടിടത്തിന്റെ പുതിയ നമ്പറിനൊപ്പം തന്നെ പഴയ നമ്പർ വ്യക്തമായി രേഖപ്പെടുത്തുന്നതിനാൽ തന്നെ നിലവിലുള്ള ഔദ്യോഗിക രേഖകൾ ഏതൊരുവിധ തിരുത്തലുകളും വരുത്തേണ്ടതില്ലെന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ മുഖേനയാണ് കെട്ടിട നമ്പർ പുനർക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പുതിയ ക്രമീകരണം അനുസരിച്ച് ആദ്യം വാർഡ് നമ്പറും തുടർന്ന് കെട്ടിട നമ്പറും വരുന്ന രീതിയിലാകും നമ്പർ നൽകുക. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായിട്ടും നമ്പർ മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സാങ്കേതിക സൗകര്യവും ഈ സംവിധാനത്തിലുണ്ട്. കൂടാതെ കെ സ്മാർട്ട് പോർട്ടലിലൂടെ കെട്ടിട ഉടമകൾക്ക് തങ്ങളുടെ പഴയ നമ്പർ നൽകിക്കൊണ്ട് പുതിയ നമ്പർ ഏതെന്ന് ലളിതമായി കണ്ടെത്താൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്: കേരളത്തിലെ കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കൊക്കെ തന്നെ പുത്തൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികൾക്ക് ധനസഹായത്തിനായി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതികളിലൂടെ ശാസ്ത്രീയമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനവും വിപണനവും ഒക്കെ തന്നെ മെച്ചപ്പെടുത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. കൃഷിക്കാർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്കൊക്കെ തന്നെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കാർഷിക വൃത്തിയെ ഒരു ലാഭകരമായ വ്യവസായമായി മാറ്റാൻ സാധിക്കും. കാർഷിക വിജ്ഞാപനത്തിനൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ മുൻഗണനയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. വിളവെടുപ്പിന് ശേഷമുള്ള ഉൽപ്പന്നത്തിന്റെ പരിപാലനവും വിപണനവും മെച്ചപ്പെടുത്തുന്നതിനായി അതോടൊപ്പം തന്നെ പ്രൈമറി മിനിമൽ പ്രോസസിംഗ് യൂണിറ്റുകൾ, സോളാർ ഡ്രയറുകൾ എന്നിവയൊക്കെ സ്ഥാപിക്കുന്നതിനായി ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കും. കൂടാതെ ശീതീകരണ സംവിധാനങ്ങളുള്ള റീഫർ വാനുകൾ, അതോടൊപ്പം തന്നെ കോൾഡ് ചേംബറുകൾ, ചെറുകിട നഴ്സറികൾ എന്നിവയ്ക്ക് ആരംഭിക്കാനുള്ള അവസരമുണ്ട്. പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഇത്തരം സംരംഭങ്ങൾക്ക് ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ചാണ് സഹായം നൽകുന്നത്. ആധുനിക സഹായ വിദ്യയുടെ സഹായത്തോടുകൂടി കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പദ്ധതി ഏറെ പ്രയോജനപ്പെടും. അപേക്ഷ നടപടികളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവർ 93834092 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഷെയർ ചെയ്തോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. എന്നാൽ നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. താങ്ക്